Hello, friends. So, this is our introductory session on our new venture in our channel, Ethics Using Common Sense. സോ ഈ ക്ലാസ്സസ് നമ്മൾ മലയാളത്തിലായിരിക്കും എടുക്കുന്നത്. സോ നമുക്ക് എന്താണ് ഈ പ്രോഗ്രാം എന്ന് നോക്കാം. ഞാനും എത്തിക്സ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എത്തിക്സ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു. അതിനുശേഷം എത്തിക്സിന്റെ സ്റ്റാൻഡേർഡ് ബുക്സ് ആയിട്ട് പറയുന്ന ഒന്ന് രണ്ട് മെയിൻ ബുക്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരെയും പോലെ തന്നെ ആൻസർ റൈറ്റിംഗിൽ ഇരുന്നപ്പോൾ എനിക്ക് ഉത്തരങ്ങൾ കിട്ടുന്നില്ല. ഈ പഠിച്ച എന്താണ് ഈ തിയറീസും അതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണം, ആൻസർ റൈറ്റിംഗിലോട്ട് എങ്ങനെ വരണം എന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ടോപ്പോസ്കോപ്പി നോക്കാൻ. അങ്ങനെ ടോപ്പോസ്കോപ്പി എടുത്ത് നോക്കിയപ്പോൾ ലൈക്ക് പഠിച്ചൊന്നും അല്ല അവർ എഴുതിയേക്കുന്നത്. ലൈക്ക് ഇറ്റ്സ് സംതിങ് എൽസ്. സോ ദർ ഇസ് സംതിങ് ഡിഫറെന്റ് കമ്മിങ് ടു ദ അപ്രോച്ച് ഓൺ ആൻസർ റൈറ്റിംഗ് ഓഫ് എത്തിക്സ്. സോ അങ്ങനെയാണ് ഞാൻ ഞാൻ എടുത്ത മെന്റർഷിപ്സ്, ലൈക്ക് ഞാൻ കുറച്ച് മെന്റർഷിപ്സ് ഗ്രൂപ്പ്സിന്റെ ഭാഗമായി അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സ് നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയയിലോട്ട് എത്തിയിരിക്കുന്നത്. സോ എത്തിക്സ് അത് നമ്മുടെ GS4 പേപ്പറാണ്. സോ അതും മറ്റ് പേപ്പർ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് നമ്മൾ എത്രത്തോളം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് റിട്ടേൺസ് ഉള്ളൊരു പേപ്പറും കൂടിയാണ്. ലൈക്ക് ടോപ്പ് മാർക്സ് ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 140 അടുപ്പിച്ച് സ്ഥിരം വരുന്നുണ്ട്. ഈവൻ ദോ ദ ടോപ്പസ് മാർക്ക് ഇൻ എത്തിക്സ് ഈസ് അറൌണ്ട് 160 സംതിങ്. ഓക്കെ, സോ നമുക്ക് ബാക്കി GS1 GS2 GS3 ഒക്കെ ഒരു ആവറേജ് മാർക്ക് തന്നെ ഒരു 100 ആവറേജ് അല്ല, ടോപ്പ് മാർക്ക് തന്നെ ലൈക്ക് ഇറ്റ്സ് സംതിങ് അറൌണ്ട് 110. സോ നമുക്ക് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് വേർത്ത് ആയിട്ട് റിട്ടേൺസ് കിട്ടുന്ന ഒരു പേപ്പറാണ് എത്തിക്സ്. ആൻഡ് നമ്മൾ എത്തിക്സ് കവറായി കഴിയുമ്പോൾ നമുക്ക് ഒരു പേപ്പർ തന്നെയാണ് കംപ്ലീറ്റ് ആയി കിട്ടുന്നത്. സോ പ്രയോറിറ്റൈസിങ് എത്തിക്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ഷുഡ് ബി ഡൂയിങ് റൈറ്റ് നൗ ഫോർ അവർ മെയിൻസ് പ്രിപ്പറേഷൻ. സോ വാട്ട് ഈസ് ദിസ് പ്രോഗ്രാം എത്തിക്സ് യൂസിങ് കോമൺ സെൻസ്? അപ്പോൾ നിങ്ങളും എത്തിക്സിന്റെ ഏതെങ്കിലും രീതി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബുക്സോ അല്ലെങ്കിൽ മറ്റ് സ്റ്റാൻഡേർഡ് ബുക്സോ റെഫർ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലൈക്ക് എത്തിക്സിന്റെ സോഴ്സസ് നമ്മൾ പഠിക്കും. ഓക്കെ, എത്തിക്സിന്റെ സോഴ്സസ് പഠിക്കുമ്പോൾ മിക്കവാറും നമ്മൾ പറയുന്നത് ഫാമിലി പറയാറുണ്ട്, സൊസൈറ്റി പറയാറുണ്ട്, പിയർ ഗ്രൂപ്പ് പറയാറുണ്ട്, ഫ്രണ്ട് ഗ്രൂപ്പ് പറയാറുണ്ട്, സൊസൈറ്റി ഇറ്റ്സെൽഫ് പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് എലമെന്റ്സ്, കൾച്ചർ, റിലീജിയൻ, അതുപോലെ പലതും നമ്മൾ പറയാറുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് നോക്കിയാൽ ഈസ് കോമൺ സെൻസ് ഇനഫ് ടു ആൻസർ എത്തിക്സ്? ഒരു ആവറേജ് ആൻസർ എഴുതാൻ എത്തിക്സിന് കോമൺ സെൻസ് മതി. സോ അതിനുള്ള പ്രൂഫാണ് ലൈക്ക് ഈ പറയുന്ന സോഴ്സസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സോഴ്സസിലൂടെയും അല്ലെങ്കിൽ ആ സോഴ്സസ് വളർത്തിയെടുത്ത ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്, റിലീജിയൻ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട്, പിയർ ഗ്രൂപ്പ്, സ്കൂള്, സൊസൈറ്റി, റിലേറ്റീവ്സ്, എല്ലാത്തിൻ്റെയും ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സോ വി ഹാവ് എത്തിക്സ് സോ മച്ച് ഇൻക്ലൂഡ് ഇൻ അവർ കോമൺ സെൻസ് റൈറ്റ് നൗ. സോ വി ജസ്റ്റ് നീഡ് ടു അപ്ലൈ ടു റൈറ്റ് എ വെരി moderate or decent answer. But is that enough? No, അത് ഇനഫ് അല്ല. വി എന്നും വെച്ച് നമ്മൾക്ക് ഇപ്പൊ പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. ബട്ട് വി ജസ്റ്റ് നീഡ് ടു ലൈക്ക് ലേൺ ഫ്യൂ ടേംസ്. ഐ മീൻ നമുക്ക് എത്തിക്കൽ വൊക്കാബുലറി കുറച്ച് കൂട്ടണം. ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു ആൻസർ റൈറ്റിംഗ് വി നീഡ് സം വൊക്കാബുലറി. അതിന് നമ്മുടെ സിലബസിലുള്ള വേർഡ്സ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ബട്ട് അതിൻ്റെതായ കുറച്ച് ഇംഗ്ലീഷ് വർക്കുകളുണ്ട്, നമുക്കൊരിക്കലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. സോ നമുക്കറിയാത്ത ഇപ്പൊ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്, അതായത് ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. ഇപ്പൊ നമ്മളൊരു മിഠായി കിട്ടി, അത് വീട്ടിൽ ചെന്ന് അനിയനുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ലൈക്ക് അതൊരു യൂട്ടിലിറ്റേറിയൻസിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഡെയിലി ലൈഫിൽ ചില ചില കാര്യങ്ങൾ, ഇപ്പൊ തിയോളജി എന്ന് പറയുന്നത് ലൈക്ക് ഡ്യൂട്ടിയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. അതായത് ഒരാളെ സഹായിക്കുന്നതിന് പകരം നിയമപരമായുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം സ്കൂളിൽ ലീഡർ ആയിരുന്നപ്പോൾ സമയത്തോ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ബെസ്റ്റ് ഫ്രണ്ട് സംസാരിച്ചോണ്ട് നമ്മൾ പേരെഴുതേണ്ടി വന്നു കാണും. ഈവൻ തോ നമുക്ക് അറിയാം ആ ബെസ്റ്റ് ഫ്രണ്ടിന് ഇനി ഇപ്പൊ ടീച്ചറിന്റെ അടി കിട്ടും, അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഫോളോ ചെയ്തു. അത് ടീരിയോളജിയാണ്. അപ്പം സോറി, ഡിയന്റോളജിയാണ്. സോറി, മൈ ബാഡ്, ഡിയന്റോളജിയാണ്. സോ അതുപോലെ നമുക്ക് കണ്ടോ, ഈ ഒരു വാക്കൊന്നും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എവിടെ ഉപയോഗിച്ചിട്ടില്ല. ബട്ട് ഡിയന്റോളജി ആണ്. അവിടെ ഇമ്മാനുവൽ കാന്റ് വരുന്നുണ്ട്, അതിൽ ഒരുപാട് തിങ്കേഴ്സും വരും. സോ ജസ്റ്റ് യൂസിങ് അവർ കോമൺ സെൻസ് ആൻഡ് വി ആർ ഗോയിങ് ടു എൻറിച്ച് അവർ കോമൺ സെൻസ് ടു റൈറ്റ് വെരി ഗുഡ് ആൻസേഴ്സ്. ആൻഡ് നമ്മൾ തുടക്കത്തെ കുറെ സെഷൻസ് നമ്മൾ ലൈക്ക് നമ്മുടെ ടോപ്പിക്സ് അനുസരിച്ച് എടുക്കും. ആൻഡ് നമ്മുടെ കേസ് സ്റ്റഡീസ് അല്ലാതുള്ള ആൻസേഴ്സ്, 10 മാർക്കിന്റെ അല്ലാതുള്ള ആൻസേഴ്സിനായിരിക്കും നമ്മൾ ആദ്യത്തെ കുറച്ച് സെഷൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പോകെ പോകെ നമ്മുടെ സെഷൻസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ കേസ് സ്റ്റഡീസ് ആയി മാറും. കേസ് സ്റ്റഡീസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഓഫ്
GS4 പേപ്പർ. സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ അജണ്ട. ഐ ഹോപ്പ് കമ്മിങ് സെഷൻ, നമ്മുടെ ഫസ്റ്റ് സെഷൻ ഉടനെ തന്നെ ഉണ്ടാവും. എത്തിക്സ് ആൻഡ് ഹ്യൂമൻ ഇന്റർഫേസ് ചാപ്റ്ററിനെ പറ്റി നോട്ട്സ് ഒക്കെ പ്രിപ്പയർഡ് ആണ്. സോ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട്, അതുപോലെ മേജർ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ നോട്ട് എല്ലാം റെഫർ ചെയ്ത് ആൻസർ റൈറ്റിംഗ് അപ്ലൈ ചെയ്ത് അതിന് ഉതകുന്ന ലൈക്ക് ഒരു ആൻസർ റൈറ്റിംഗ് ഫോർമാറ്റിലുള്ള ഒരു നോട്ടാണ് ഞാനും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. സോ ഐ ഹോപ്പ് ദിസ് വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ടു ഈച്ച് വൺ ഓഫ് യു. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ആൻഡ് നിങ്ങളുടെ ഇൻസൈറ്റ്സ് എപ്പോഴും പറയുക. സോ ദാറ്റ്സ് ഓൾ. നമുക്ക് ആദ്യത്തെ സെഷനിൽ കാണാം.